ഒട്ടുമിക്ക കുഞ്ഞുങ്ങളിലും കണ്ടുവരാറുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് പുഴുപ്പല്ല് എന്ന് പറയുന്നത്. ഒ.പി.ഡിയിലാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പുഴുപ്പല്ല് കാണുമ്പോഴേക്കും പുഴുപ്പല്ലുണ്ട്, ശ്രദ്ധിക്കണം, ഡെന്റിസ്റ്റിനെ കാണിക്കണം എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു മിക്ക പാരൻസിനും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും മനസ്സിലാവാറില്ല. അയ്യോ ഡോക്ടറെ, ഇത് പാൽപ്പല്ലല്ലേ, ഈ പാൽപ്പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പല്ല് വരുമല്ലോ, അപ്പോൾ ഇപ്പം എന്തായാലും ഈ പാൽപ്പല്ല് പുഴുവായി പോയി, അതിന് പോട്ടെ, നല്ല പല്ല് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. ശരിക്കും നമ്മൾ പാൽപ്പല്ലിന്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. നോക്കൂ, കുഞ്ഞുങ്ങളുടെ മുഖത്തിന് ചിരിക്കുമ്പോൾ ഒരു അഭംഗി വരുന്നു എന്നതിനപ്പുറം ഇത് ഈ പുഴു കടിക്കുമ്പോഴത്തേക്കും അതിലുള്ള ബാക്ടീരിയാസ്, പല്ലിലുള്ള ബാക്ടീരിയാസ് കുഞ്ഞിന്റെ രക്തക്കുഴൽ വഴി കുഞ്ഞിന്റെ ഹൃദയത്തിൽ ചെന്ന് കുഞ്ഞിന് ഹൃദ്രോഗം വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യം നൽകേണ്ട ഒരു സാധനമാണ് ഈ പുഴുപ്പല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് പല്ല് നിസ്സാരക്കാരനല്ല. കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ എല്ലുകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പുഴുപ്പല്ല് വരാതെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പുഴുപ്പല്ല് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി. ഞാൻ കുട്ടികളുടെ ഡോക്ടറാണേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പുഴുപ്പല്ല് എന്ന് പറയുന്നത് ശരിക്കും കുഞ്ഞുങ്ങളുടെ പല്ലിന് ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇത് തടയാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മമാര് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നല്ല കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, കാൽഷ്യത്തിന്റെ ടാബ്ലറ്റ് കഴിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്കും എല്ലുകൾക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രോഗപ്രതിരോധ ശേഷി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഞാനിതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും രണ്ടല്ല, അമ്മയും കുഞ്ഞും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും കുഞ്ഞിന്റെ ആരോഗ്യവും പോകുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ഓറൽ ഹൈജീൻ എന്ന് പറയുന്നത്, അമ്മയുടെ വായയുടെ വൃത്തി എന്ന് പറയുന്നത്, അത് കുഞ്ഞിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് ചില കുഞ്ഞുങ്ങളൊക്കെ ചെയ്യും, അവർ പതിയെ അവരുടെ വിരലൊക്കെ എടുത്തിട്ട് അവരുടെ സ്നേഹം കൊണ്ട് നമ്മുടെ അമ്മയുടെയൊക്കെ വായിലോട്ടിടും. എന്നിട്ട് അവർ ആ കൈ തന്നെ അവരുടെ വായിലേക്കും ഇട്ട് അവർ തംസക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ വായിലുള്ള ഉമിനീര് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അമ്മമാരുടെ ഓറൽ ഹൈജീൻ വളരെയധികം ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യണം. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുലുക്കി ഒഴിയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്, സ്നേഹം കൊണ്ടാണ് പലരും കുഞ്ഞുങ്ങളുടെ ചുണ്ടില് ഉമ്മ വയ്ക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു മക്കൾക്ക്, ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ പല്ലിന്റെ കാര്യം മാത്രമല്ല, അപ്പൊ നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ വായിലുള്ള പല ബാക്ടീരിയാസും കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലും. കുഞ്ഞിനത് കേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം. പിന്നെ നമ്മൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും ചില സമയത്ത് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന അതേ സ്പൂണിൽ തന്നെ ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ടായിരിക്കും നമ്മൾ സെയിം സ്പൂൺ ഉപയോഗിച്ച് തന്നെ കുഞ്ഞിനും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന ആരാണോ അവർ കുറച്ചുകൂടി അവരുടെ വായുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞിന് പുഴുപ്പല്ല് വരാതെ മറ്റ് അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ മുലപ്പാലല്ലാതെ മറ്റൊന്നും കൊടുക്കരുത്. വെള്ളം പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു സമയത്ത് പലർക്കും ഉള്ളൊരു സംശയമാണ്, ആ ഒരു സമയത്ത് കുഞ്ഞിന്റെ വായ ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 6 മാസം നമ്മൾ കുഞ്ഞിന്റെ വായ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില കുട്ടികളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഫംഗസിന്റെ ഇൻഫെക്ഷൻ വരും. ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങളുടെ വായിൽ ഒരു വെള്ള കളറിൽ ഒരു പാട പോലെ ചില സമയത്ത് വരാറുണ്ട്. അപ്പം നമ്മളത് ഡോക്ടറെ കാണിച്ച്, പീഡിയാട്രീഷ്യനെ കാണിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സമയവും കുഞ്ഞിനെ ഫീഡ് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒരു വിരൽ വെച്ചിട്ട് കുഞ്ഞിന്റെ വായിൽ തുണിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രം ചെയ്താൽ മതി, അതല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി 6 മാസത്തിന് ശേഷം എങ്ങനെയാണ് കുഞ്ഞിൻ്റെ വായുടെ ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 6 മാസത്തിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ചായയോ കാപ്പിയോ അങ്ങനെ മധുരമുള്ള ഒന്നും അല്ല കേട്ടോ, സാധാ കുടിവെള്ളം. അപ്പോൾ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞ് അതൊന്ന് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും വായ കുറച്ചങ്ങ് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആയിക്കോളും. ഇനി മിക്കവർക്കും ഉള്ളൊരു സംശയമാണ്, കുഞ്ഞിനെ എപ്പോഴാണ് നമ്മൾ പല്ല് തേപ്പിക്കാൻ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞിന് ഏത് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളൊന്നും പല്ല് കുലുക്കി ഒഴിയാറില്ലല്ലോ, വാ കുലുക്കി ഒഴിയാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സംശയം മിക്കവർക്കും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പല്ല് തേപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നാളെ വൈകുന്നേരം 6 മണിക്ക് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. കാര്യം ഞാൻ ആ ഒരു ടോപ്പിക് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്തി ആയി പോകും. വീഡിയോ ഒരുപാട് ലെങ്തി ആവുകയാണെങ്കിൽ എല്ലാവർക്കും പൊതുവെ ഒരു മടിയായിരിക്കും വീഡിയോ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഏത് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പല്ല് തേപ്പിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ വൈകുന്നേരം 6 മണിക്കൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ പല്ല് തേപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പല്ല് തേപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പല്ല് വന്നു തുടങ്ങുമ്പോൾ തൊട്ട് കുഞ്ഞിന് പല്ല് തേപ്പിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു 6 മാസത്തിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പതിയെ പതിയെ ഭക്ഷണം കൊടുത്തു തുടങ്ങാം. ഇനി ആദ്യം നമ്മൾ സെമി സോളിഡ് ആയിട്ടുള്ള കുറുക്ക് പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കും. പതിയെ പതിയെ പല്ലൊക്കെ മുളച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടിയൊക്കെ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കണം. ഇനി എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന സാധാ ഭക്ഷണങ്ങളുണ്ട്. നമ്മൾ എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സാകുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കരുത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നതാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പലർക്കും അത്ഭുതമാണ്. പലരും പറയും, ഡോക്ടറെ എന്താ ഈ പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന എല്ലാത്തിലും നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ പഞ്ചസാര ഇടാറുണ്ട് അല്ലേ? കുറുക്ക് കൊടുത്താലും നമ്മൾ പഞ്ചസാര ഇടും. കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ് ഡ്രിങ്ക്സ് മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ആപ്പി ഫിസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇതിലൊക്കെ ഉള്ളത് മധുരമാണ് അല്ലേ? അപ്പോൾ ഇതൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ കുഞ്ഞിന് കേടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അസുഖം ബാധിച്ച് വന്ന കുഞ്ഞ്, ഒരു പാവം പിടിച്ച അച്ഛനും അമ്മയും കുഞ്ഞിന് ജ്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി ഇതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ചിട്ട് കുഞ്ഞിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പാവം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് കുഞ്ഞിന് കേടാണെന്ന് അറിയാത്തവർ. ഇത് അവർ നോക്കുമ്പോഴത്തേക്കും പരസ്യത്തിൽ അവർ നോക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് വരുന്നു, അവർ മാമ്പഴത്തോപ്പിലൂടെ നടക്കുന്നു, അതിൽ ഒരു മാവ് നോക്കുന്നു, അതിലേറ്റവും ഭംഗിയുള്ള പഴുത്ത് തൊടുത്ത ഒരു മാമ്പഴം അവരെടുക്കുന്നു, കൈകൊണ്ട് തിരുമ്മി ഒരു ചാറ് അവരുടെ ബോട്ടിലാക്കുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ പരസ്യത്തിൽ കാണുന്നത് പോലെയാണെന്ന്. ശരിക്കും ഈ മാമ്പഴച്ചാറൊക്കെ പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കണ്ടന്റിൽ ഇല്ല കേട്ടോ. ഈ മാമ്പഴവും ആപ്പിളും ഒക്കെ അവരുടെ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലുള്ള കവറിൽ മാത്രമേ ഉള്ളൂ, അതിലെ കവറിലെ ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ കണ്ടന്റിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിന്റെ കണ്ടന്റിൽ നിങ്ങളുടെ കുഞ്ഞിന് ഗുണമുള്ളത് ഒന്നും തന്നെ ഇല്ല. ഇത് കുഞ്ഞിന് ദോഷമാണ്. അപ്പോൾ ഇതിൽ മാക്സിമം കെമിക്കൽസ് ആണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എപ്പോഴും നിങ്ങൾ കുഞ്ഞിന് ജ്യൂസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഇതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ മാമ്പഴങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലിട്ട് അരിഞ്ഞു മുറിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന അതിൻ്റെ ചാറിനെയാണ് ഡോക്ടേഴ്സ് നമ്മൾ ജ്യൂസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കുറച്ചും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റുകൾ, കുഞ്ഞുങ്ങൾക്ക് പരമാവധി ബിസ്ക്കറ്റ് ഒരു 2 വയസ്സ് വരെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കും, പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിക്കവരും ബ്രഷ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അതവിടെ ഇരിക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ വാ കുലുക്കി ഒഴിഞ്ഞ് കളയാനും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ അങ്ങനെയാണ് മിക്കപ്പോഴും പുഴുപ്പല്ല് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം.
പിന്നെ ഇതുപോലെയുള്ള ക്രീമുകൾ, പേസ്ട്രികൾ, അതൊന്നും കേക്കുകൾ, അതൊന്നും കുഞ്ഞിന് 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും മിക്ക ആളുകളും ശരിക്കും നമ്മൾ ഒരു 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്താൽ മതി. മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2 വയസ്സിന് ശേഷം ഈ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യും. അതിൽ പ്രധാനമായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഫീഡ് ചെയ്യും. നൈറ്റ് ഫീഡ് എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. പാല് കൊടുത്ത് പാല് കുടിച്ചുകൊണ്ട് തന്നെ കുഞ്ഞും ഉറങ്ങിപ്പോവും, അമ്മയും ഉറങ്ങിപ്പോവും. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ വരുന്നൊരു പാലുണ്ടല്ലോ, അത് കുഞ്ഞിൻ്റെ വായിൽ കെട്ടി നിന്നിട്ട് കുഞ്ഞിൻ്റെ ഫ്രണ്ടിലെ പല്ലിൽ മുഴുവൻ ഇതുപോലെ പുഴുപ്പല്ല് വരും. അപ്പം നൈറ്റ് ഫീഡ് മാക്സിമം ഒഴിവാക്കുക, പ്രത്യേകിച്ച് വലിയ കുട്ടികളിൽ. ഇനി അതല്ല ഡോക്ടറെ കുഞ്ഞിന് പറ്റത്തില്ല, അവനങ്ങനെ പാലെടുക്കാണ്ട് തീരെ പറ്റുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം കുഞ്ഞിന് കുടിപ്പിക്കാം. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് അങ്ങനെ പുഴുപ്പല് വരുന്നതിനുള്ള ചാൻസ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഏത് കുഞ്ഞിനാണെങ്കിലും, അത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും, 1ാമത്തെ ദിവസം മുതൽ ഒരിക്കലും കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് പാല് കൊടുക്കരുത്. എപ്പോഴും നമ്മൾ പാല് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിനെ ഇരുത്തി പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല എന്തെങ്കിലും അസുഖമുള്ള അമ്മമാരാണ് കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ട് പാല് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ, അങ്ങനെയാണെങ്കിൽ കുറച്ച് തല ഉയർത്തിപ്പിടിച്ച് എപ്പോഴും പാല് കൊടുക്കാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും കുഞ്ഞിനെ ഒരു ഡെന്റിസ്റ്റിന് ഒന്ന് റുട്ടീൻ ചെക്കപ്പിനായിട്ട് ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അതിലൊരു വലിയ ഒരു ലാവിഷ്നെസ് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ദന്ത ഡോക്ടർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ ദന്തങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിനെയോ പീഡിയാട്രിഷ്യനെയോ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പാരൻസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.